ഏവർക്കും ഹാജാസ് പി എസ് സിയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഇന്ന് സ്പെഷ്യൽ എഡിഷൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡാണ്. നമുക്ക് ബയോളജിയിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പഠിക്കാനുള്ള രോഗകാരികൾ, അതിൽ ഒരു കുഞ്ഞ് ടോപ്പിക്ക് ആണ് നമ്മൾ ആദ്യം എടുത്തത്. ഇന്നൊരു വലിയ ടോപ്പിക് എടുക്കാൻ പോവാണ്, കംപ്ലീറ്റ് ആയിട്ട്. വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ, വൈറസ് എന്താണ്, വൈറസിൻ്റെ രോഗങ്ങളും വൈറസുകളുടെ പേരുകളും, ഇങ്ങനെ കുറേ സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് വ്യക്തമായി ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ വൈറസ് സെറ്റാവും. അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യൽ എഡിഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മറക്കരുത്, ഏറ്റവും ഗംഭീരമായി LP-UPയുടെ ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്, LDCയുടെ ക്ലാസ് നടത്തുന്നുണ്ട്, ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 10 പുതിയ ബാച്ച്, അതായത് നമ്മുടെ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടും LP-UPക്ക് വേണ്ടിയിട്ടും LDക്ക് വേണ്ടിയിട്ടും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ കോഴ്സ് 10,000 രൂപയാണ് ഒരു കോഴ്സ്. ഓഫർ ഉണ്ടായിരുന്നു 3,999. നമ്മുടെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് 1 വർഷമായി. പരാതിക്കാരില്ലാത്ത ആപ്ലിക്കേഷൻ എന്നാണ് ഇതറിയപ്പെടുക. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമുള്ളൊരു ആപ്ലിക്കേഷൻ എന്നാണ് അറിയപ്പെടുക. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ആപ്ലിക്കേഷൻ ഏതെങ്കിലും കോഴ്സ് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ക്ലാസ് വിലയിരുത്തി നോക്കിയാൽ മതി. ഇതിൽ 4 സബ്ജക്റ്റാണ് ഞാൻ പഠിപ്പിക്കുന്നത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഇത് അറിയാലോ, നമ്മുടെ മർമ്മപ്രധാനമായ ഭാഗങ്ങളാണ് ഇത്രയും. ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആക്കി ഞാൻ തന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോഴ്സിലോട്ട് വരണമെങ്കിൽ, ഫെബ്രുവരി 10 തുടങ്ങുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. പ്രീ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴും കുട്ടികളെല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്തത് 3,999 രൂപയ്ക്കാണ്. ഇനി പ്രീ ബുക്കിംഗ്, നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായൊരു ഓഫറുണ്ട്. 1000 രൂപയാണ് ഓഫർ. നിങ്ങൾക്ക് 2,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, 2,999 പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമുള്ള കോഴ്സുകളാണ്. എല്ലാത്തിനും, LDക്കും ഡിഗ്രി ലെവലിനും അതേപോലെ തന്നെ LP-UPക്കും പുതിയ ബാച്ച്. കംപ്ലീറ്റ് ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യും. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും. എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക, 9950270774. പുതിയ ബാച്ചിലേക്കാണ്. പുതിയ ബാച്ച് ഫെബ്രുവരി 19 പേരിടൽ ചടങ്ങൊക്കെ അപ്പോഴേ നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ നമ്പർ തന്നാൽ ഞാനാണ് ഇതിൻ്റെ ആള്. ഞാൻ നിങ്ങളെ വിളിക്കും. ഞാൻ തന്നെയായിരിക്കും വിളിക്കുക, സ്റ്റാഫൊന്നുമില്ല. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ ഫെബ്രുവരി 10 ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് വൈറസ്? ജീവകോശങ്ങളുടെ ഉള്ളിൽ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലോ മൃഗങ്ങളുടെ ശരീരത്തിലോ ജന്തുക്കളുടെ ശരീരത്തിലോ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ കോശങ്ങൾക്കകത്ത് ഭയങ്കരമായി ജീവനോടുകൂടി പ്രവർത്തിക്കുകയും, എന്നാൽ ഇത്തരം ജീവജാലങ്ങളുടെ പുറത്ത്, മൃഗങ്ങളുടെയോ ജന്തുക്കളുടെയോ ഒക്കെ പുറത്ത് നിർജീവമായിരിക്കുകയും ചെയ്യുന്ന സൂക്ഷ്മ ജീവവിഭാഗമാണ് വൈറസുകൾ. എന്താണ് പറയുന്നത്? ജീവകോശങ്ങൾക്കുള്ളിൽ ജീവലക്ഷണങ്ങളും ജീവകോശങ്ങൾക്ക് വെളിയിലായിരിക്കുമ്പോൾ നിർജീവമായിരിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള സ്വഭാവങ്ങൾ, ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെയാണ് നമ്മൾ വൈറസുകൾ എന്ന് പറയുക. നമ്മുടെ ശരീരത്തിനകത്ത് കയറിയാൽ ഭയങ്കരമായി ആക്റ്റീവായിരിക്കും. ശരീരത്തിൻ്റെ പുറത്തു പോയാൽ നിർജീവം, ഒരു കുഴപ്പമില്ല. അത്തരം ആൾക്കാരെ വിളിക്കുന്ന പേരാണ് വൈറസുകൾ. വൈറസുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പദപ്രയോഗം എന്ന് പറയുന്നത് ജീവിക്കുന്ന രാസവസ്തുക്കൾ എന്നാണ്. ജീവിക്കുന്ന രാസവസ്തുക്കൾ എന്ന് അറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, വൈറസുകളെയാണ്. വൈറസുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രത്യേകത, ഒരു കോശമില്ല, കോശദ്രവ്യമില്ല, ഈ പറയുന്നത് പോലെ സൈറ്റോപ്ലാസം അതൊന്നുമില്ല, മർമ്മമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്താ ഉള്ളതെന്ന്. ഒരു വൈറസിനകത്ത് ഉണ്ട് എന്ന് പറയാനുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബയോമോളിക്യൂൾ എന്ന് പറയുന്ന, ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന, ഒന്നുകിൽ DNA കാണും അല്ലെങ്കിൽ RNA കാണും. ഇതിലേതെങ്കിലും ഒരു കുന്ത്രാണ്ടം ഒരു വൈറസിനകത്ത് കാണും. ഒരു വൈറസിനകത്ത് അത് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മുടെ സ്വഭാവങ്ങളുടെയൊക്കെ പ്രേക്ഷകരാണ് DNA അല്ലെങ്കിൽ RNA എന്ന്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു വസ്തു അതിനകത്ത് ഉണ്ടാവും, DNA അല്ലെങ്കിൽ RNA ഉണ്ടാവും. അപ്പോൾ എന്താണ് വൈറസ് എന്ന് പറയുന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം കൊടുക്കാം. എന്താണ്? ജീവകോശങ്ങളുടെ ഉള്ളിൽ ജീവലക്ഷണവും
ജീവകോശങ്ങൾക്ക് പുറത്ത് ജീവലക്ഷണം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന സൂക്ഷ്മ ജീവവിഭാഗമാണ് വൈറസുകൾ. വൈറസുകൾക്ക് കോശമില്ല, മർമ്മമില്ല, കോശദ്രവ്യം ഇല്ല. പിന്നെ എന്തുണ്ട്? DNA കാണും, അല്ലെങ്കിൽ ഒരു RNA കാണും. DNA ആണ് ഒരു വൈറസിനകത്തുള്ളതെങ്കിൽ നമ്മൾ അതിനെ DNA വൈറസ് എന്ന് പറയും. ഒരു വൈറസിനകത്ത് RNA ആണുള്ളതെങ്കിൽ നമ്മളതിനെ RNA വൈറസ് എന്ന് പറയും. എൻ്റെ പൊന്നു പിള്ളേരെ പഠിക്കണം, ജീവിക്കുന്ന രാസവസ്തുക്കൾ എന്നാണ് വൈറസുകൾ അറിയപ്പെടുന്നത്. ജീവിക്കുന്ന രാസവസ്തുക്കൾ എന്നറിയപ്പെടുന്നത് വൈറസുകളാണ്. ശ്രദ്ധിക്കണം, കേൾക്കണം. നോക്കൂ, നമ്മൾ സാധാരണ നമുക്ക് രോഗം വരുത്തുന്നത് ബാക്ടീരിയകളാണ്. ബാക്ടീരിയ കാരണം ഏതെങ്കിലും ഒരു രോഗം നിങ്ങളെ ബാധിച്ചാൽ അത്തരം രോഗങ്ങളെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുവാനാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണം, ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന കാറ്റഗറിയിൽ വരുന്ന പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കൊല്ലാൻ ആൻറ്റിബയോട്ടിക്കുകൾ ഉതകും. നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗവുമായി ഹോസ്പിറ്റലിൽ ഡോക്ടറെ സമീപിക്കുമ്പോൾ അദ്ദേഹം ഒരു ആൻറ്റിബയോട്ടിക് നമുക്ക് എഴുതിത്തരും. ഈ ആൻറ്റിബയോട്ടിക് ബാക്ടീരിയ പോലുള്ള രോഗാണുക്കളെ കൊല്ലും. എന്നാൽ വൈറസുകൾക്കെതിരെ ആൻറ്റിബയോട്ടിക്കുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ആൻറ്റിബയോട്ടിക്കുകൾ വൈറസുകളുടെ കാര്യത്തിൽ വട്ടപൂജ്യമാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ചില ആൻറ്റിബോഡികൾക്ക് വൈറസ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സൂക്ഷ്മാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ഈ ആൻറ്റിബയോട്ടിക്കുകൾക്ക് വൈറസുകളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ശരീരം നിർമ്മിക്കുന്ന ചില ആൻറ്റിബോഡികളുണ്ട്. അവർക്ക് വൈറസ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ വൈറസുകളെ കൊല്ലാനൊക്കെ പറ്റും. വൈറസിനെതിരെ പോരാടാൻ കഴിയും. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഒരു വയലറ്റ് കളർ KMnO4. നമ്മൾ സാധാരണ ജലശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൊട്ടാസ്യം സംയുക്തമാണത്. പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ടൈട്രേഷനൊക്കെ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഏറ്റവും ശക്തനായ ഒരു ഓക്സികാരിയാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ്, തെനാർഡ് എന്ന് പറയുന്ന ഒരാളാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ പെറോക്സൈഡിന് തുറന്ന പുസ്തകത്തിൻ്റെ ഓപ്പൺ ബുക്കിൻ്റെ ഷേപ്പാണുള്ളത്, ചാരുകസേരയുടെ ഷേപ്പാണുള്ളത്. പ്രകൃതി ഗ്രീൻ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഗ്രീൻ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പ്രകൃതിക്ക് യാതൊരുവിധ മലിനീകരണവും ഉണ്ടാക്കാത്ത പദാർത്ഥം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. മെഴുകുകൊണ്ട് ആവരണം ചെയ്ത ബോട്ടിലുകളിൽ സൂക്ഷിക്കുന്ന പദാർത്ഥം ഹൈഡ്രജൻ പെറോക്സൈഡ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനും ഹൈഡ്രജൻ പെറോക്സൈഡിനും വൈറസുകൾക്ക് അപകടമുണ്ടാക്കാൻ കഴിയും. വൈറസുകളെ നശിപ്പിക്കാനുള്ള കഴിവുള്ള രണ്ട് പദാർത്ഥങ്ങളാണ്, ഒന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, രണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ്. വൈറസുകളെ സംബന്ധിച്ച് ആദ്യമായി പഠനം നടത്തിയ വ്യക്തിയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്, ദിമിത്രി ഇവാനോസ്കി. ആരാണ് ദിമിത്രി ഇവാനോസ്കി എന്ന് ചോദിച്ചാൽ, വൈറസുകളെക്കുറിച്ച് ആദ്യമായി വ്യക്തമായി പഠനം നടത്തിയ വ്യക്തിയാണ് ദിമിത്രി ഇവാനോസ്കി. എന്നാൽ വൈറസുകൾ സാംക്രമികങ്ങളാണ്, വൈറസുകൾ പ്രശ്നക്കാരാണ് എന്ന് കണ്ടെത്തിയത് വെൻഡൻ സ്റ്റാൻലിയാണ് എന്ത് പറയുന്നത്? വൈറസുകൾ സാംക്രമികമാണ് എന്ന് കണ്ടെത്തിയത്. വെൻഡൽ സ്റ്റാൻലിയും വൈറസുകളെ സംബന്ധിച്ച് ആദ്യമായി പഠനം നടത്തിയത് ദിമിത്രി ഇവാനോസ്കിയും ആണ്. ഇത് രണ്ടും ഓക്കെയാണോ? ഇത്രയും സ്ലൈഡിലുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണോ? ആൻറ്റിബയോട്ടിക്കുകൾക്ക് വൈറസുകൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരീരമുണ്ടാക്കുന്ന ആൻറ്റിബോഡികൾക്ക് വൈറസുകൾക്കെതിരെ പോരാടാൻ കഴിയും. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതെല്ലാം വൈറസിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ്. വൈറസുകളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ദിമിത്രി ഇവാനോസ്കിയാണ്. എന്നാൽ വൈറസുകൾ സാംക്രമികമാണ് എന്ന് കണ്ടെത്തിയത് വെൻഡൻ സ്റ്റാൻലി ആണ്. ഓക്കെ. ചില വൈറസുകളുടെ പ്രത്യേകത ബാക്ടീരിയകളെ ഉപയോഗിച്ചുകൊണ്ട് വംശവർദ്ധനവ് നടത്തും.
ചില ബാക്ടീരിയകളുടെ പ്രത്യേകത വൈറസുകളെ ഉപയോഗിച്ചുകൊണ്ട് വംശവർദ്ധനവ് നടത്തും. ആ സമയത്ത് ബാക്ടീരിയ നശിക്കും. ഇത്തരം വൈറസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോഫോജികൾ, ബാക്ടീരിയോഫേജസ് എന്ന് പറയും. ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? വൈറസിൻ്റെ പ്രത്യേകത എന്താണ്? വൈറസുകൾ, എല്ലാ വൈറസും അല്ല, ചില വൈറസുകൾ ബാക്ടീരിയകളെ വിഴുങ്ങിയിട്ട് വംശവർദ്ധനവ് നടത്തും. ബാക്ടീരിയ ചത്തുപോകും, വൈറസ് വളരുകയും വംശവർദ്ധനവ് നടത്തുകയും ഒക്കെ ചെയ്യും. അത്തരം വൈറസുകളെ ബാക്ടീരിയോഫോജികൾ അല്ലെങ്കിൽ ബാക്ടീരിയോഫേജസ് എന്ന് പറയും. ഭയങ്കരമായി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇത്തരം വൈറസുകൾക്കുള്ളത്. ഒരു വൈറസിനകത്ത് പ്രശ്നക്കാരായ ഭാഗം, പ്രശ്നമുണ്ടാക്കുന്ന ഭാഗം ഏതാണോ ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിറിയോൺ. ഒരു വൈറസ് ഇതാണെന്ന് കരുതിക്കോളൂ, അതിൽ ഇത്രയും ഭാഗമാണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നഭാഗത്തെ വിളിക്കുന്ന പേരാണ് വിറിയോൺ. ഒരു വൈറസിൽ പ്രശ്നമുണ്ടാക്കുന്ന ഭാഗം ഏതാണോ അതിനെ വിളിക്കുന്ന പേരാണ് വിറിയോൺ. സെറ്റായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. വിറിയോൺ. ഈ വിറിയോൺ എന്ന് പറയുന്നത്, ഈ ഇതാണ് വിറിയോണെങ്കിൽ നമുക്ക് വേറൊരു കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ഇതാണ് വിറിയോണെങ്കിൽ ഈ കാണപ്പെടുന്ന ഈ ആവരണം കണ്ടോ, ഈ ഒരു ബ്ലൂ കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ആവരണം, ഇതിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ് എന്ന് പറയും. ക്യാപ്സിഡ്. എന്താണ് ക്യാപ്സിഡ്? വിറിയോണിൻ്റെ ഒരു പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. ഈ കവറിങ്ങിനകത്ത് DNA RNA കാണും. അവനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറയും. എന്ന് പറയും. അപ്പോൾ ക്യാപ്സിഡും ന്യൂക്ലിയോ ക്യാപ്സിഡും, ഒരു വൈറസിനകത്ത് പ്രശ്നമുണ്ടാക്കുന്ന കണിക അല്ലെങ്കിൽ പ്രശ്നക്കാരായ ആ ഒരു സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് വിറിയോണിനൊരു കവചമുണ്ട്. ആ കവചമാണ് ക്യാപ്സിഡ്. ആ കവചത്തിനകത്താണ് DNA ഇരിക്കുന്നത് അല്ലെങ്കിൽ RNA ഇരിക്കുന്നത്. അതാണ് ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാവണുണ്ട്. ശരി, കേൾക്കണം. അടുത്ത പോയിന്റ്, ആരെങ്കിലും ഒരു വൈറസ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ ആ കോശത്തിൻ്റെ അകത്തോട്ട് കയറുകയും എന്നിട്ട് വൈറസിൻ്റെ അതിൻ്റെ ഏതെങ്കിലും ഒരു കോശത്തിലേക്ക് ആദ്യം പോയി ഈ വൈറസ് അങ്ങ് പറ്റിപ്പിടിക്കും. എന്നിട്ട് വൈറസിൻ്റെ ജനിതക വസ്തുവിനെ കോശത്തിനുള്ളിലേക്ക്, വൈറസിൻ്റെ ആകെ ഉള്ളതൊരു ജനിതക വസ്തുവാണ്, ആ DNA അല്ലെങ്കിൽ RNA ആണ്. ഇതിനെ ഈ ക്യാപ്സിഡിൻ്റെ സഹായത്തോടെ, ക്യാപ്സിഡാണ് ആതിഥേയ കോശത്തിനുള്ളിലേക്ക് ഈ DNA അല്ലെങ്കിൽ RNA പ്രവേശിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കാണ് വൈറസ് രോഗമുണ്ടാക്കാൻ, നിങ്ങളുടെ കോശത്തിനാണ് പ്രശ്നമുണ്ടാക്കാൻ വൈറസ് ശ്രമിക്കുന്നതെങ്കിൽ ആദ്യം വൈറസ് വന്ന് നിങ്ങളുടെ ഈ കോശത്തിൽ പറ്റിപ്പിടിക്കുന്നു. എന്നിട്ട് ഈ ക്യാപ്സിഡ് ഉണ്ടല്ലോ, വിറിയോണിൻ്റെ ആ ഒരു കവചമാണ് ക്യാപ്സിഡ്. ആ ക്യാപ്സിഡിൻ്റെ സഹായത്തോടെ ഈ DNA നിങ്ങളുടെ കോശത്തിനകത്തേക്ക് കയറും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈറസിനകത്തിരിക്കുന്ന ന്യൂക്ലിക് ആസിഡ്, അതായത് ഒന്നുകിൽ അത് DNA ആയിരിക്കും അല്ലെങ്കിൽ RNA ആയിരിക്കും. ആകെപ്പാടെ ഒരു വൈറസിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡാണ്. DNA RNA ആണ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബയോമോളിക്കൂളാണ്, നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ട്. അത് ഒന്നുകിൽ DNA അല്ലെങ്കിൽ RNA ആണ് വൈറസിലുള്ളത്. DNA ആണ് വൈറസിലുള്ളതെങ്കിൽ അതിനെ ഡിയോക്സി റൈബോ വൈറസ് എന്നും, എന്നാൽ RNA ആണ് ഒരു വൈറസിനകത്തുള്ളതെങ്കിൽ അതിനെ റൈബോ വൈറസ് എന്നും പറയും. ശ്രദ്ധിക്കണം, ഒരു വൈറസിനകത്ത് RNA ആണുള്ളത് എങ്കിൽ അതിനെ റൈബോ വൈറസ് എന്നും, DNA ആണുള്ളതെങ്കിൽ ഡിയോക്സി റൈബോ വൈറസ് എന്നും പറയും. പോളിയോ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് A വൈറസ്, ഇതെല്ലാം RNA വൈറസുകളാണ്. RNA വൈറസുകളാണ് പോളിയോ വൈറസും ഹെപ്പറ്റൈറ്റിസ് A വൈറസും ഒക്കെ എന്താണ്? RNA വൈറസുകളാണ്. ശ്രദ്ധിക്കണം, പോക്സ് വൈറസ്, ചിക്കൻ പോക്സ് വൈറസ്, ഹെർപ്പിസ് വൈറസ്, ഇതെല്ലാം DNA വൈറസുകളാണ്. RNA വൈറസുമുണ്ട്, DNA വൈറസുമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്ന് പറയുന്നത് RNA വൈറസാണ്. ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്ന് പറയുന്നത്, പോക്സ് വൈറസ്, ഹെർപ്പിസ് വൈറസ്, ഇതെല്ലാം DNA വൈറസുകളാണ്. അതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടേ. ഓക്കെ, വൈറസുകളെ തരംതിരിക്കുന്നതും വൈറസുകൾക്ക് പേര് കൊടുക്കുന്നതും ഒക്കെ ഈ ജോലികളൊക്കെ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി വൈറസ് ആണ്.
ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് വൈറസുകൾക്ക് പേര് കൊടുക്കുക. കുളമ്പ് രോഗം പശുക്കൾക്ക് അല്ലെ, വെച്ചൂർ പശു കുളമ്പ് രോഗത്തിന് കാരണമാകുന്ന വൈറസാണ് പിക്കോർണ വൈറസ്. എന്താണ്? പിക്കോർണ വൈറസ് ആണ് കുളമ്പ് രോഗത്തിന് കാരണം. കുളമ്പ് രോഗത്തിന് കാരണം ആരാണ്? പിക്കോർണ വൈറസ് ആണ് കുളമ്പ് രോഗത്തിന് കാരണമാകുന്ന വൈറസ്. ഇനി വൈറസിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട്. വൈറസ് ഒരു ജീവിയുടെ ഉള്ളിലായിരിക്കുമ്പോൾ ആക്റ്റീവായിരിക്കും, ജീവകോശത്തിന് വെളിയിലായിരിക്കുമ്പോൾ ഇനാക്റ്റീവായിരിക്കും. കോശമില്ല, കോശദ്രവ്യമില്ല, മർമ്മമില്ല, പക്ഷേ DNA അല്ലെങ്കിൽ RNA എന്ന പേരുള്ള ന്യൂക്ലിക് ആസിഡ് ഉണ്ടായിരിക്കും. ഒരു വൈറസിൽ എവിടെയാണോ പ്രശ്നമുണ്ടാക്കുന്ന സംഗതികൾ ഉള്ളത് അവരെ വിറിയോൺ എന്ന് വിളിക്കും. അതിനൊരു കവചമുണ്ട്, അതാണ് ക്യാപ്സിഡ്. ആ കവചത്തിനകത്താണ് DNA അല്ലെങ്കിൽ RNA ഇരിക്കുന്നത്, അതാണ് ന്യൂക്ലിയോ ക്യാപ്സിഡ്. ഒരു വൈറസ് ഒരു ആതിഥേയ കോശത്തിൽ പറ്റിയിരിക്കുകയും ഈ DNA ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അത് ക്യാപ്സിഡിൻ്റെ സഹായത്തോടു കൂടിയാണ്. DNA ഉള്ള വൈറസുകളെ ഡിയോക്സി റൈബോ വൈറസുകളെന്നും RNA ഉള്ള വൈറസുകളെ റൈബോ വൈറസുകളെന്നും വിളിക്കപ്പെടും. വൈറസുകളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ദിമിത്രി ഇവാനോവ്സ്കി ആണ്. വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ചാണ് ഇനി ചർച്ച. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. വളരെ പണ്ടുകാലം മുതൽ വൈറസ് രോഗങ്ങളെ തന്മയത്വത്തോടെ അടുക്കും ചിട്ടയിലും പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോഡാണ്. എൻ്റെ കോഡല്ല, DYSP. D സ്റ്റാൻഡ്സ് ഫോർ ഡെങ്കിപ്പനി. Y എന്ന് പറഞ്ഞാൽ യെല്ലോ മഞ്ഞപ്പനി. അപ്പോൾ ഡെങ്കിപ്പനി, മഞ്ഞപ്പനി. S എന്ന് പറഞ്ഞാൽ സാർസ്, P എന്ന് പറഞ്ഞാൽ പോളിയോ. ജലദോഷം ഇവിടെ ഉണ്ട്, ജലദോഷം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ജലദോഷം. ജലദോഷം. നമ്മൾ പഠിക്കും ജലദോഷത്തിൻ്റെ വൈറസാണ് റിനോ വൈറസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ട രോഗം ക്ഷയമാണ്. ലോകത്തിലെ ഏറ്റവും പഴയ രോഗം കുഷ്ഠമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ മരിപ്പിച്ച രോഗം എന്ന് പറയുന്നത് ക്ഷയമാണ്. ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, സാർസ്, പോളിയോ, ജലദോഷം. പോളിയോ പിള്ളവാതം എന്നറിയപ്പെടും. രോഗങ്ങളുടെ പേരുകൾ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. മച്ചമ്പിയിലെ M എന്ന് പറഞ്ഞാൽ മീസിൽസ്. A എന്ന് പറഞ്ഞാൽ എയ്ഡ്സ്. C എന്ന് പറഞ്ഞാൽ ചിക്കൻ പോക്സിൻ്റെ പഴയകാല രൂപം വസൂരി. മരിക്കും, ഉറപ്പ്. വസൂരി വന്നാൽ മരണപ്പെടും. C എന്ന് പറഞ്ഞാൽ ചിക്കൻ പോക്സ്, വസൂരി, ചിക്കുൻഗുനിയ. H എന്ന് പറഞ്ഞാൽ ഇവിടെ മച്ചമ്പിയിൽ ഒരു H ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ്. E ഉണ്ട്, എബോള. M ഉണ്ട്, മുണ്ടിനീര്, മംസ് എന്ന് പറയും. മംസ് മുണ്ടിനീര്. P എന്ന് പറഞ്ഞാൽ 3 രോഗങ്ങളാണ്: പക്ഷിപ്പനി, പന്നിപ്പനി, പേപ്പട്ടി വിഷബാധ. I എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ, പകർച്ചപ്പനി, ജപ്പാൻ ജ്വരം. അപ്പോൾ ഇത്രയും രോഗങ്ങൾ, ഒരു കൂട്ടം രോഗങ്ങളെ ഒരു കോഡിലൂടെ നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും. ഡെങ്കിപ്പനി DYSPക്ക് ജലദോഷം, D ഡെങ്കിപ്പനി, Y യെല്ലോ ഫീവർ മഞ്ഞപ്പനി, S സാർസ് രോഗം, P പോളിയോ ജലദോഷം, M എന്ന് പറഞ്ഞാൽ എന്താണ്? മീസിൽസ് അല്ലെ, മീസിൽസ്. അടുത്തത് ഏതാ പറഞ്ഞത്? മീസിൽസ് കഴിഞ്ഞിട്ട് ഏതാ പറഞ്ഞത്? A എന്ന് പറഞ്ഞാൽ എയ്ഡ്സ്, അക്വേർഡ് ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി സിൻഡ്രോം. ഗ്രിഡ് രോഗം, സ്ലിം രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് എയ്ഡ്സ്. രോഗപ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന രോഗം എയ്ഡ്സ്. C എന്ന് പറഞ്ഞാൽ ചിക്കൻ പോക്സ്, ചിക്കുൻഗുനിയ സന്ധികളെ ബാധിക്കുന്ന രോഗം, ചിക്കുൻഗുനിയ. ഇപ്പോൾ C എന്ന് പറഞ്ഞാൽ ചിക്കുൻഗുനിയ, ചിക്കൻ പോക്സ്, വസൂരി. ഇത്രയും സിയിൽ പറയണം. Hൽ ഹെപ്പറ്റൈറ്റിസ്, Eയിൽ എബോള. കറുത്ത നദി എന്നാണ് എബോള എന്ന വാക്കിൻ്റെ അർത്ഥം, കറുത്ത നദി. E എന്ന് പറഞ്ഞാൽ എബോള. M എന്ന് പറഞ്ഞാൽ മുണ്ടിനീര് തൊണ്ടയിൽ, അതായത് ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന പരോറ്റിഡ് ഗ്ലാൻഡുകളെ ബാധിക്കുന്ന രോഗം, മുണ്ടിനീര്. P എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി, ഏവിയൻ ഫ്ലൂ എന്ന് പറയും, ഏവിയൻ ഫ്ലൂ.
സ്വൈൻ ഫ്ലൂ എന്ന് പറയും പന്നിപ്പനി. അതുപോലെ തന്നെ പേപ്പട്ടി റാബിസ്, പേപ്പട്ടി വിഷബാധ, ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം, എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ, പകർച്ചപ്പനി, ജപ്പാൻ ജ്വരം. ഇത്രയുമാണ് ഈ കോഡിലൂടെ സെറ്റായിട്ട് പഠിച്ചെടുക്കണം. നന്നായിട്ട് പഠിച്ചെടുക്കണം, ഉഗ്രനായിട്ട് പഠിച്ചെടുക്കണം. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളുടെ പേരുകളെല്ലാം ഒന്നുകൂടി ഇവിടെ കാണാൻ പറ്റും. ജലദോഷം, എയ്ഡ്സ്, ഇൻഫ്ലുവൻസ, മീസിൽസ്, ഡെങ്കിപ്പനി, വസൂരി, സാർസ്, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് പറയുമ്പോൾ അത് മഞ്ഞപ്പിത്തമാണ്. പോളിയോ, മുണ്ടിനീര്, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, പേപ്പട്ടി വിഷബാധ, റാബിസ്, ജപ്പാൻ ജ്വരത്തിന് ജാപ്പനീസ് എൻസെഫലിറ്റിസ് എന്നാണ് അറിയപ്പെടുക, പക്ഷിപ്പനി, പന്നിപ്പനി, യെല്ലോ ഫീവർ, എബോള. ഇത്രയാണ് സാധാരണ വൈറസ് രോഗങ്ങൾ എന്ന് പറയുന്നത്. ബാക്ടീരിയ രോഗങ്ങളും നമ്മൾ ഇതേപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വിപിൻ എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ബ്രോ ഞാൻ പറഞ്ഞില്ല, വിട്ടുപോയതാണ്. ബ്രോയും കൂടെ ചേർത്തോണേ. വിപിൻ ബ്രോ കോഴിക്കോട് എയ്സ് കോളേജിലാണ് TTCക്ക് പഠിക്കുന്നത്. ആ കോഡിലൂടെയാണ് നമ്മൾ ബാക്ടീരിയയുടെ എല്ലാ പേരുകളും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ബാക്ടീരിയയുടെ രോഗങ്ങൾ കണ്ടിട്ടായിരിക്കും വൈറസിലോട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയയുടെ കോഡ് പഠിക്കുമ്പോൾ അതിനകത്ത് വിപിൻ ബ്രോ എന്നും കൂടെ ചേർത്തോണം. ബ്രോങ്കൈറ്റിസ്, അത് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ബാക്ടീരിയ രോഗങ്ങൾ പഠിച്ചപ്പം ബാക്ടീരിയയുടെ ഓരോ ഷേപ്പുകൾ, കോക്കസ്, ബാസിലസ്, വിബ്രിയോ, സ്പൈറുലം, ഓരോന്നിൻ്റെയും ഷേപ്പുകൾ പഠിച്ചു ഓരോ ബാക്ടീരിയയ്ക്കും. ചില ബാക്ടീരിയകൾ ഗോളാകൃതിയിലാണ്, ചില ബാക്ടീരിയകൾ ദണ്ട് ആകൃതിയിലാണ്, ചില ബാക്ടീരിയകൾ കോമ ആകൃതിയിലാണ്, ചില ബാക്ടീരിയകൾ സ്പ്രിങ് ആകൃതിയിലാണ്. സ്പൈറുലം എന്ന് പറയുന്ന വിബ്രിയോ കോമ ഷേപ്പാണ്, ചിലത് കോക്കസ് ആണ്, ചിലത് ദണ്ട് പോലെ കാണപ്പെടും, ഗോളം പോലെ കാണപ്പെടും. ഇതേപോലെ വൈറസുകളെയും ഇങ്ങനെ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഇന്റർനാഷണൽ അത് തന്നെ അവരാണ് എന്ത് ചെയ്യുന്നത്, ടാക്സോണമി അല്ലേ, ഇന്റർനാഷണൽ എന്താ പറഞ്ഞത്, നമ്മളൊരു പേര് പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ ഒരു പേര് പെട്ടെന്ന് ഇവിടെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസ്, അവരാണ് ഇവർക്ക് പേര് കൊടുക്കുന്നത്. അപ്പം ഈ പേരുകളൊക്കെ കൊടുക്കുന്നവരാണ്. അപ്പം അവർ തന്നെയാണ് വൈറസുകളെയൊക്കെ തരംതിരിക്കുന്നതും. വൈറസുകളിൽ ചില വൈറസുകൾ ഇതുപോലിരിക്കും, ബുള്ളറ്റ് ആകൃതിയായിരിക്കും. ബുള്ളറ്റ് ആകൃതിയാണെങ്കിൽ അത് റാബിസ് വൈറസുകൾക്ക് ബുള്ളറ്റ് ആകൃതി. ചില വൈറസുകൾക്ക് ഇഷ്ടികയുടെ ആകൃതിയായിരിക്കും, ഇതുപോലെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് പോക്സ് വൈറസുകളുടെ പ്രത്യേകത ഇഷ്ടിക പോലെ ഇരിക്കും. ചില വൈറസുകൾ ഗോളാകൃതിയായിരിക്കും, പോളിയോ വൈറസ്. അപ്പോൾ വൈറസുകൾക്ക് ആകൃതിയുണ്ട്. ആകൃതിയുടെ അടിസ്ഥാനത്തിൽ വൈറസുകളെ മൂന്ന് കാറ്റഗറി ഉണ്ട്. ഒന്ന് റാബിസ് ആണെങ്കിൽ ബുള്ളറ്റ് പോലെ കാണപ്പെടും, പോക്സ് ആണെങ്കിൽ ഇഷ്ടിക പോലെ കാണപ്പെടും, പോളിയോ ആണെങ്കിൽ ഗോളാകൃതിയിൽ കാണപ്പെടും. വൈറസുകൾ 3 ടൈപ്പ് ഓഫ് വൈറസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറസ് രോഗങ്ങളും രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണുവും. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം 1981 റിപ്പോർട്ട് ചെയ്തു അമേരിക്കയിൽ. ആ രോഗം പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് ഗ്രിഡ് രോഗം, സ്ലിം രോഗം. രോഗപ്രതിരോധ സംവിധാനത്തെ തകർത്ത് കളയുന്ന രോഗമാണ് എയ്ഡ്സ്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയോ രക്ത കൈമാറ്റങ്ങളിലൂടെയോ എയ്ഡ്സ് വന്ന രോഗിയുടെ ദ്രാവകം നമ്മുടെ രക്തത്തിൽ പുരളുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ്. ഈ എയ്ഡ്സ് ഉണ്ടാക്കുന്നത് HIV എന്ന് പറയുന്ന ഒരു രോഗാണുവാണ്. എല്ലാവർക്കും അറിയാം, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്നാണ് അറിയപ്പെടുക. എന്നാൽ വസൂരി എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ടിനെ പിടിച്ച് കുലുക്കിയ രോഗമാണ്. വായുവിലൂടെ പകരുന്ന രോഗമാണ്. ആ രോഗം വാരിയോള. വസൂരി എന്ന് പറയുന്ന രോഗം വരുന്ന ഒരാളിൻ്റെ വാരിയെല്ല് നാട്ടുകാർ അടിച്ചു പൊട്ടിക്കും. എന്തുകൊണ്ടാ? അവൻ മരിച്ചില്ലെങ്കിൽ വായുവിലൂടെ എല്ലാവർക്കും ആ രോഗം വരും. അപ്പോൾ വസൂരി വന്നവൻ്റെ വാരിയെല്ല് പൊട്ടും, വാരിയോള. അങ്ങനെ ഓർമ്മിക്കണം. മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എന്നാണ് ഉദ്ദേശിക്കണേ. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്. അടുത്ത് ABCDE ഉണ്ട്, F ഇല്ല, G ഉണ്ട്. അങ്ങനെ 6 ടൈപ്പ്. ഇതിൽ ഏറ്റവും ഡേഞ്ചർ ബി ആണ്. കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ വരുന്നത് Aയും Eയും ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി വന്ന എയ്ഡ്സ് വന്നതുപോലെയാണ്, പോക്കാണ്. പോളിയോ വരുത്തുന്നത് പോളിയോ വൈറസും ചിക്കുൻ ഗുനിയ വരുത്തുന്നത് ആൽഫ വൈറസും. പേവിഷബാധ ലൈസ വൈറസ്. പക്ഷിപ്പനി വരുത്തുന്നത് H5N1 പക്ഷിപ്പനി.
പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? മെക്സിക്കോയാണോ ഹോങ്കോങ് ആണോ? നമുക്ക് പറയാം. പക്ഷിപ്പനി, പന്നിപ്പനി 2 രാജ്യങ്ങളും പഠിക്കണം, 2 പേരുടെ രോഗാണുക്കളും പഠിക്കണം. അതായത് പക്ഷിപ്പനി H5N1 ആണെങ്കിൽ പന്നിപ്പനി എന്ന് പറയുന്നത് H1N1. H1N1 ആണ് പന്നിപ്പനി. പക്ഷിപ്പനി H5N1 ആണെങ്കിൽ പന്നിപ്പനി H1N1 ആണ്. ഏതൊക്കെ രാജ്യമാണ് എന്നൊക്കെ നമുക്ക് അടുത്തൊരു സ്ലൈഡിലൂടെ നമ്മൾ പറയും. പന്നിപ്പനി H1N1. ഇൻഫ്ലുവൻസ പകർച്ചപ്പനി ഇൻഫ്ലുവൻസ എ വൈറസ്. ചിക്കൻ പോക്സ് ചിക്കൻ്റെ വാരിയെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യണം? റോസ്റ്റ് ചെയ്യണം. വാരിസെല്ല സോസ്റ്റർ. ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന വൈറസ് ആരാണ്? ചിക്കൻ്റെ വാരിയെല്ലെടുത്ത് റോസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ജലദോഷം. ഓക്കെ, അപ്പോൾ റിനോസിന് ജലദോഷം. റിനോസ് എന്ന് പറഞ്ഞ ആളുടെ പേരാണ് റിനോസ്. അപ്പം റിനോസിന് ജലദോഷം. അങ്ങനെയൊക്കെ ഓർമ്മിച്ച് വയ്ക്കാം. ഓക്കെ, മുണ്ടി. ഒരാൾ ഭയങ്കര മൊണ്ടിയാണ്, അയാൾക്ക് എന്തെങ്കിലും കുത്തി നടക്കണം, ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരു പാര കുത്തിയാണ് നടക്കണേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് വെക്കണം. മൊണ്ടി നീര് പാരാമിക്സോ വൈറസ്. മൊണ്ടിയായിട്ടുള്ള ആൾ പാര കുത്തി നടക്കും. പാര കുത്തിയൊന്നും നടക്കുമെന്തോ, പക്ഷെ നമുക്ക് മാർക്ക് കിട്ടാൻ നമ്മൾ പാര കുത്തി നടത്തിക്കും. പിന്നല്ല. മീസിൽസ് പാരാമിക്സോ. മൊണ്ടിനീര് പാരാമിക്സോ, മീസിൽസും പാരാമിക്സോ. ഡെങ്കിപ്പനി ബ്രേക്ക് ബോൺ ഡിസീസ് എന്നാണ് അറിയപ്പെടുക. ഡെങ്കിപ്പനി ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി ബ്രേക്ക് ബോൺ ഡിസീസ് എന്നാണ് അറിയപ്പെടുക. ഓരോ രോഗങ്ങൾക്കും ഓരോ പേരുകളുണ്ട്, വിശേഷണങ്ങളുണ്ട്, നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഡെങ്കിപ്പനി വരുത്തുന്നത് ഫ്ലാവി വൈറസ്, ഫ്ലാവി ആർബോ വൈറസ്. സാർസ് നമ്മൾ കൊറോണ സമയത്തൊക്കെ എപ്പോഴും കേട്ടതാണ്, 2019 കൊറോണ വൈറസ്, സാർസ് ഉണ്ടാക്കും കൊറോണ വൈറസ്. ജപ്പാൻ ജ്വരവും മഞ്ഞപ്പനിയും ഫ്ലാവി വൈറസ്. എബോള സെയർ എബോള വൈറസ്. അപ്പോൾ പക്ഷിപ്പനിയാണെങ്കിൽ H5N1, പന്നിപ്പനിയാണെങ്കിൽ H1N1, ഇൻഫ്ലുവൻസ ആണെങ്കിൽ ഇൻഫ്ലുവൻസ എ വൈറസ്, ചിക്കൻ പോക്സ് ആണെങ്കിൽ വാരിസെല്ല സോസ്റ്റർ, ജലദോഷമാണെങ്കിൽ റിനോ വൈറസ്, മുണ്ടിനീരാണെങ്കിലും മീസിൽസ് ആണെങ്കിലും പാരാമിക്സോ, ഡെങ്കിപ്പനി ആണെങ്കിൽ ഫ്ലാവി, സാർസ് ആണെങ്കിൽ കൊറോണ, ജപ്പാൻ ജ്വരവും യെല്ലോ ഫീവറും ആണെങ്കിൽ ഫ്ലാവി വൈറസ്, എബോള ആണെങ്കിൽ സെയർ എബോള വൈറസ്. ഇനി നമുക്ക് മറ്റു രോഗങ്ങളെയൊക്കെ ഒന്ന് നോക്കാം. മറ്റു രോഗങ്ങളിൽ സാർസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല നമ്മൾ? സാർസ് എന്ന് പറയുന്ന രോഗം, അതായത് 21ാം നൂറ്റാണ്ടിലെ രോഗം എന്നാണ് അറിയപ്പെടുക. സാർസിനെ 21ാം നൂറ്റാണ്ടിൻ്റെ രോഗം എന്നാണ് അറിയപ്പെടുന്നത്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് പൂർണ്ണമായ പേര്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ശ്വാസകോശം. കാരണം നമുക്ക് ശ്വാസം എടുത്തിട്ട് കളയാനുള്ള ഒരു ക്യാപ്പബിലിറ്റി എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് നമ്മൾ മരിക്കും. ഒരു മനുഷ്യ ശരീരത്തിലെ റെസ്പിറേറ്ററി സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആവുമ്പോഴാണ് ഒരാൾ പൂർണ്ണമായും മരിച്ചു എന്ന് പറയുക. അപ്പോൾ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറയുന്നത് സാർസിൻ്റെ പൂർണ്ണമായ ഒരു പേരാണ്. സാർസ് എന്ന് പറയുന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഹോങ്കോങ്ങിലാണ്. ഹോങ്കോങ്ങിൽ മറ്റൊരു പ്രധാനപ്പെട്ട രോഗം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഹോങ്കോങ്ങിലാണ്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോമാണ് സാർസ്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. 21ാം നൂറ്റാണ്ടിൻ്റെ രോഗമെന്നാണ് സാർസ് രോഗം അറിയപ്പെടുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. വെരുകെന്ന് പറയുന്ന ഒരു ജീവിയിലൂടെ മനുഷ്യനിലേക്ക് വരുന്ന രോഗമാണ് സാർസ്. ഈ ഇടയ്ക്ക് PSC ചോദിച്ചൊരു ചോദ്യമാണ്, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇന്ത്യയിൽ ആരംഭിച്ചത് എപ്പോഴാണ്? ഉത്തരം പറയണം, 1995. 1995. ഓക്കെ. നമ്മുടെ രാജ്യം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ രാജ്യം ഇന്ത്യ ഈസ് എ പോളിയോ ഫ്രീ കൺട്രി എന്ന്. എപ്പോഴാണ്? 2014 മാർച്ച് 27. 2014 മാർച്ച് 27. ഇൻ ദാറ്റ് ഇയർ World Health Organization declared that India is a polio free country. But during 2011 March 13, that time
ആ സമയത്താണ് അവസാനമായി ഈ രോഗം, അതായത് പോളിയോ എന്ന് പറയുന്ന രോഗം അവസാനമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ അവസാനമായി പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 2011 ജനുവരി 13 എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് ഈ രോഗം അവസാനമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ബ്രേക്ക് ബോൺ ഡിസീസ് എന്നറിയപ്പെടുന്ന ഡെങ്കി ഫീവർ, അത് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ് എന്ന് പറയും. നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾ, ഒരു ദിവസം ഒരാളുടെ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീരിൻ്റെ അളവ് 1.5 ലിറ്ററാണ് ഏകദേശം. 6 ഗ്രന്ഥികളിലൂടെ 3 ജോഡി ഗ്രന്ഥികളിലൂടെയാണ് ഈ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് ഉമിനീര് നമ്മുടെ വായ്ക്കകത്ത് ഉണ്ടാകുന്നത്. ദഹനത്തിന് മാത്രമല്ല, ലിംഗ്വിസ്റ്റിക് മൂവ്മെൻറ്റ്, സംസാരിക്കാനും സഹായിക്കുന്നത് ഉമിനീരാണ്. ഒരിക്കലും തുപ്പിക്കളയാനുള്ളതല്ല ഉമിനീര്. തുപ്പുന്നത് കൊണ്ട് ഒരുവിധമായ ഗുണവും നമ്മുടെ വായ്ക്ക് ഇല്ല. ആ തുപ്പൽ ഇറക്കിയാൽ നല്ലതാണ്. ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന പരോറ്റിഡ് എന്ന പേരുള്ള സബ്ലിംഗ്വൽ സബ്മാക്സിലറി പരോറ്റിഡ് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് നമ്മുടെ വായിലുള്ളത്. അതിൽ പരോറ്റിഡ് ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗമാണ് മുണ്ടിനീര്. എബോള എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. വൈറസ് ഉണ്ടാക്കുന്ന ഏറ്റവും ശക്തമായ രോഗങ്ങളിലൊന്നാണ്. അത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് ആദ്യമായി എബോള എന്നു പേരുള്ള രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കറുത്ത നദി എന്നാണ് എബോള എന്ന പദത്തിൻ്റെ അർത്ഥം. വവ്വാലുകളാണ് എബോള പരത്തുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം ജലദോഷം, ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന രോഗം ക്ഷയം, ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട രോഗം ക്ഷയം. ലോകത്തിലെ ഏറ്റവും പഴയ രോഗം കുഷ്ഠം. നാസോ ഫാരിഞ്ചിറ്റിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ജലദോഷം. ചിക്കുൻഗുനിയ ജോയിൻറ്റുകളെ ബാധിക്കുന്ന രോഗമാണ്. ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആഫ്രിക്കയിൽ ടാൻസാനിയയിലാണ്. ലോകത്തിൽ ആദ്യമായി ചിക്കുൻഗുനിയ സന്ധികളെ ബാധിക്കുന്ന ചിക്കുൻഗുനിയ എന്ന് പറയുന്ന രോഗം, എൻ്റെ പൊന്നുപിള്ളരെ പഠിച്ചോണം, ടാൻസാനിയയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ചിക്കുൻഗുനിയ ആദ്യമായി ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ടാൻസാനിയ, ആഫ്രിക്കൻ രാജ്യമാണ്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നഗരമാണ് കൽക്കട്ടയിലാണ് ഇന്ത്യയിൽ ആദ്യമായി. ടാൻസാനിയയിലാണ് ലോകത്തിൽ ആദ്യമായി. ചിക്കൻ ഗുനിയ കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആലപ്പുഴയിലാണ്. പക്ഷേ പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മെക്സിക്കോ, അമേരിക്കയുടെ തൊട്ടടുത്ത് മെക്സിക്കോ. ഹരിത വിപ്ലവത്തിൻ്റെ തുടക്കം കുറിക്കപ്പെടുന്ന രാജ്യം മെക്സിക്കോ. സ്വൈൻ ഫ്ലൂ പന്നിപ്പനി എന്നറിയപ്പെടുന്ന രോഗം സ്വൈൻ ഫ്ലൂ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. ഇന്ത്യയിൽ ആദ്യമായി ഹൈദരാബാദിൽ പന്നിപ്പനി ആദ്യമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഹൈദരാബാദിലാണ്. പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഹോങ്കോങ്ങിലാണ്. സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഹോങ്കോങ്ങിലാണ്. പക്ഷിപ്പനി ഏവിയൻ ഫ്ലൂ എന്ന് പറയും. പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത് ഹോങ്കോങ്ങിലാണ്. എന്നാൽ പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. അവിടെ നമ്പൂർ ബാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മഞ്ഞപ്പിത്തം, സിറോസിസ് നമ്മൾ കേട്ടിട്ടുണ്ട്, കരളിനെ ബാധിക്കുന്നുണ്ട്. കരളിൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവരും അറിയാം. സിറോസിസും മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസും ഒക്കെ കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. മഞ്ഞപ്പിത്തം വന്നാൽ, മഞ്ഞപ്പിത്തത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഭയങ്കര കുഴപ്പമാണ്. കീഴാർനെല്ലി ഉപയോഗിച്ചാൽ മതി. കീഴാർനെല്ലി ഉചിതമാണ് എന്ന് പറയപ്പെടുന്നു, ഉപയോഗിക്കപ്പെടുന്നു. കുരങ്ങുപനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് കർണാടക. 1957 ഈ കുരങ്ങുപനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കർണാടക. എന്നാൽ മെർസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് എന്ന് പറയും. ഈ മെർസ് എന്ന് പറയുന്ന അതും വൈറസാണ്, വൈറസുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് സൗദി അറേബ്യ. മെർസ് എന്ന് പറയുന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യ. ഭ്രാന്തിപ്പശു രോഗം എന്ന് പറഞ്ഞാൽ രോഗം വന്ന പശുവിൻ്റെ മാംസം കഴിച്ചാലുണ്ടാകുന്ന
രോഗമാണ് ഭ്രാന്തിപ്പശു രോഗം. ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഇംഗ്ലണ്ട്. ഭ്രാന്തിപ്പശു രോഗമുണ്ട്, മാൾട്ടാപ്പനിയുണ്ട്. മാൾട്ടാപ്പനി എന്ന് പറഞ്ഞാൽ രോഗം വന്ന പശുവിൻ്റെ പാല് കുടിച്ചാലുണ്ടാകുന്ന രോഗമാണ് മാൾട്ടാപ്പനി. രോഗം വന്ന പശുവിൻ്റെയോ ജീവജാലങ്ങളുടെയോ ഒക്കെ ഇറച്ചി കഴിച്ചാലുണ്ടാകുന്ന രോഗമാണ് ഭ്രാന്തിപ്പശു രോഗം. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ രാജ്യമാണ് ഇംഗ്ലണ്ട്. നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മലേഷ്യയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി നിപ്പ സിലിഗുരി എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിൽ 2001 സിലിഗുരി എന്ന് പറയുന്ന സ്ഥലത്താണ് നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് മലേഷ്യയിൽ റിപ്പോർട്ട് ചെയ്ത് 3 വർഷം കഴിഞ്ഞപ്പോൾ. 98 മലേഷ്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 3 വർഷം കഴിഞ്ഞ് 2001 പശ്ചിമ ബംഗാളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോഴിക്കോടാണ്. ചെങ്ങോരത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്, പേരാമ്പ്ര. അവിടെയാണ് ആദ്യമായി നിപ്പ വരുന്നത്. ഓക്കെ, നിപ്പ വൈറസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു വൈറസിനകത്ത് കോശമില്ല, കോശദ്രവ്യമില്ല, മർമ്മമില്ല. ആകെ ഉള്ളത് DNA അല്ലെങ്കിൽ RNA. നിപ്പയുടെ കേസെടുത്താൽ നിപ്പയ്ക്കകത്ത് RNA ആണുള്ളത്. നിപ്പ ഒരു RNA കാറ്റഗറിയിൽ വരുന്ന വൈറസാണ്. ക്ലിയർ ആണോ? അപ്പോൾ പക്ഷിപ്പനിയും പന്നിപ്പനിയും മറന്നു പോകരുത്. രാജ്യം, പക്ഷിപ്പനി ഏത് രാജ്യം, പന്നിപ്പനി ഏത് രാജ്യം, ഇതെല്ലാം ഓർമ്മിക്കണം. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസിനെ ഓർമ്മിക്കണം. പക്ഷിപ്പനി H5N1 ആണ്, പന്നിപ്പനിയാണെങ്കിൽ H1N1 ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയുമാണ് വൈറസിൽ നിന്നും തൽക്കാലം നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട. അതായത് പുതിയ ബാച്ച് തുടങ്ങാൻ പോവുകയാണ്. ഫെബ്രുവരി 10 നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ബാച്ചിൽ, എല്ലാ കുട്ടികളും, PSC എഴുതുന്ന മുഴുവൻ കുട്ടികളും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾ എന്താഗ്രഹിച്ചോ അതാണ് ഇതിലൂടെ തരുന്നത്. ഇതൊരു പ്രത്യേകത ഉള്ള ഒരു ക്ലാസ്സാണ്. നിങ്ങളെ പറ്റിക്കപ്പെടുന്ന ക്ലാസ് അല്ല, നിങ്ങളെ പറ്റിക്കുകയുമില്ല. അപ്പോൾ നിങ്ങൾക്ക് 9995027074 വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് നാളത്തേക്ക് മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ. കോഴ്സ് ഫീസ് 10,000 ആണ്. ബാക്കി എല്ലാ കുട്ടികളും ഈ എല്ലാ കോഴ്സുകളും 3,999 എന്ന് പറഞ്ഞ ഫീസിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 1 വർഷമായി നമ്മുടെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഭാഗമായി ഒരു പ്രീ ബുക്കിംഗ് എടുക്കുന്നുണ്ട്. 1000 രൂപ അതിന് ഡിസ്കൗണ്ട് ഉണ്ടാവും. നിങ്ങൾ വെറും 2,999 രൂപ അടച്ചാൽ മതിയാകും. വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇതുള്ളത്. ആദ്യത്തെ ഓരോ ബാച്ചിലും ആദ്യത്തെ 200 അഡ്മിഷൻ ആയാൽ ഈ ഒരു ഡിസ്കൗണ്ട് മാറും. പഴയതുപോലെ എല്ലാ കുട്ടികളും ഫീസ് അടച്ചതുപോലെ 3,999 നിങ്ങൾ അടയ്ക്കേണ്ടി വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേരും നമ്പരുമാണ് ഈ നമ്പറിലോട്ട് എനിക്ക് അയച്ചിട്ട് പുതിയ ബാച്ചിലേക്ക് വരണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങളെ 10-ാം തീയതി അറിയിക്കാം. ബൈ ബൈ.